നമസ്കാരം. ധാനുസ് PSC ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കമ്പനി മോഡൽ GS പരീക്ഷയുടെ സിലബസ് അനുസരിച്ച് ബയോളജി ഭാഗത്തുള്ള ഒരു ടോപ്പിക്കാണ് ജീവകങ്ങളും രോഗങ്ങളും എന്നുള്ളത്. അതിനെപ്പറ്റി 50 ചോദ്യങ്ങൾ അടങ്ങിയ വീഡിയോ ആണ്. അതുകൂടാതെ എക്സ്പ്ലനേഷൻസും അതിൻ്റെ നോട്ടുകളും ഒക്കെ അടങ്ങിയ കണ്ടൻറ്റാണ്. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ജീവകങ്ങൾ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ PSC പരീക്ഷകൾക്കും ചോദ്യങ്ങളുണ്ട്. അവിടെ നിന്നും എപ്പോഴും 2 ചോദ്യങ്ങളെങ്കിലും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കതിനെപ്പറ്റി കൂടുതലായി അറിയാം. ചോദ്യങ്ങളിലേക്ക് പോകാം. വിറ്റമിൻസ് അല്ലെങ്കിൽ ജീവകങ്ങൾ എന്താണ്? വിറ്റമിനുകൾ അല്ലെങ്കിൽ ജീവകങ്ങൾ എന്താണ്? ജീവകങ്ങൾ എന്താണ്? ജീവകം എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്ന ആരാണ്? ജീവകം എന്ന പദം അല്ലെങ്കിൽ നാമകരണം ചെയ്തത്, ജീവകം എന്ന പദം കൊടുത്തത് ആരാണ്? കാസിമർ ഫങ്കാണ്. കാസിമർ ഫങ്കാണ് ജീവകം എന്ന പദം ആദ്യമായി പ്രദാനം ചെയ്യുന്നത്. കാസിമർ ഫങ്കാണ്. ഇനി ജീവകം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവകത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്. അതായത് കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ആരാണ്? ജീവകം. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം, കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ആരാണ്? ഈ വിറ്റമിൻ അല്ലെങ്കിൽ ജീവകമാണ്. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ആരാണ്? ജീവകം അല്ലെങ്കിൽ നമ്മുടെ വിറ്റമിൻസാണ്. വിറ്റമിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ ക്രമമായ വളർച്ചയ്ക്ക്, അതുപോലെ പ്രവർത്തനങ്ങൾക്കും, വളർച്ചയ്ക്ക്, നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനും, നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണെന്ത്? ഈ വിറ്റമിൻസ് അല്ലെങ്കിൽ ജീവകങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയെയും പ്രവർത്തനങ്ങളെയും, ശരീരത്തിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ഘടകങ്ങളായിട്ടും പ്രവർത്തിക്കുന്നത് ആരാണ്? നമ്മുടെ വിറ്റമിൻസ് അല്ലെങ്കിൽ ജീവകങ്ങളാണ്. എന്താണ് ഉപാപചയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ? എന്താണ് ഉപാപചയ പ്രവർത്തനം? നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ശ്വസനം, അതുപോലെ തന്നെ എന്താണ് വിസർജനം, ദഹനം, രക്തചംക്രമണം, അങ്ങനെ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളുണ്ട്. ഇതിനെല്ലാം കൂടി പറയുന്ന പേരാണെന്ത്? ഉപാപചയ പ്രവർത്തനം. എല്ലാത്തിനെയും സാംശീകരിച്ച് മാറ്റുക, ഉപാപചയ പ്രവർത്തനം എന്ന് പറയാം. എല്ലാ പ്രവർത്തനങ്ങളും പഠിക്കുന്ന സർക്കുലേഷൻ, അതായത് രക്തചംക്രമണം, നമ്മുടെ ശ്വസനം വരുന്നത്, ദഹനം വരുന്നത്, ഇതെല്ലാം ഒന്നിച്ചൊന്നിച്ചാണ് പോവുക. അപ്പോൾ ഇതെല്ലാം കൂടി വരുന്നതാണെന്ത്? ഉപാപചയ പ്രവർത്തനം. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതും ആരാണ്? വിറ്റമിൻസാണ്. അപ്പോൾ വളർച്ചയെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും അതുപോലെ ഉപാപചയ പ്രവർത്തനങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് ആര്? വിറ്റമിൻസ് അല്ലെങ്കിൽ ജീവകങ്ങൾ എന്ന് പറയുന്നത്. ജീവകം എന്ന പദം കൊണ്ടുവന്നത് ആരാണ്? അല്ലെ, പ്രദാനം ചെയ്യുന്നത് കാസിമർ ഫങ്കാണ്. കോ എൻസൈം എന്നറിയപ്പെടുന്നൊരു ആഹാര ഘടകം കൂടിയാണെന്ത്? ജീവകങ്ങൾ എന്ന് പറയുന്നത്. അല്ലേ, ജീവകങ്ങൾ ഇനി 2 തരം മെയിൻലി എന്ന് പറഞ്ഞാൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളുണ്ട്, അതുപോലെ തന്നെ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? ADEK, അടക്കെന്ന് പറയും. എയും ഡിയും ഇയും കെയും എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ്. എയും ഡിയും ഇയും കെയും, അടക്ക്, അത് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ്. ജലത്തിൽ ലയിക്കുന്ന ആരൊക്കെയാണ്? ബി ആൻഡ് സി എന്ന് പറയുമ്പോൾ ബി കോംപ്ലക്സ്, അത് 1 മുതൽ 12 വരെയുള്ള ബി വിറ്റമിൻസ് ഉണ്ട്. ബി കോംപ്ലക്സ് അതാണ്. ബി കോംപ്ലക്സും അതിൻ്റെ കൂടെ സിയും കൂടെ ചേരുന്നതാണ് ജലത്തിൽ ലയിക്കുക. ബി ആൻഡ് സി, ബി കോംപ്ലക്സ് ആണ്. 1 മുതൽ 12 വരെ ബി വിറ്റമിൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ സിയും കൂടെ ചേർന്നാണ് ജലത്തിൽ ലയിക്കുക. ബി ആൻഡ് സി ജലത്തിൽ ലയിക്കുന്നവ, കൊഴുപ്പിൽ ലയിക്കുന്നവ അടക്ക്, ADEK, അടക്കും ആണ്. ഓക്കെ, അപ്പോൾ ജീവകം എന്ന പദം കാസിമർ ഫങ്കാണ് കൊണ്ടുവരുന്നത്. ജീവകങ്ങൾ കൊഴുപ്പിൽ ലയിക്കുന്നവ ADEK ഉണ്ട്, അതുപോലെ ജലത്തിൽ ലയിക്കുന്നവ ബി ആൻഡ് സി. ഇനി ജീവകം എ എന്താണെന്ന് നോക്കാം. അതായത് ജീവകം എ കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായൊരു ഘടകമാണെന്ത്? വിറ്റമിനാണിത്, ജീവകം എ എന്ന് പറഞ്ഞാൽ. ഇലക്കറികളിൽ ധാരാളം കാണുന്ന വിറ്റമിനും ആരാണ്? ഇലക്കറികളിൽ ധാരാളം കാണപ്പെടുന്ന അല്ലെങ്കിൽ ധാരാളം ലഭിക്കുന്ന വിറ്റമിൻ അതാണ്? ജീവകം എ ആണ്. പാലിൽ സുലഭമായി കാണുന്ന വിറ്റമിനും ആരാണ്? ജീവകം എ ആണ്. ഇനിയും ഇലക്കറികൾ ധാരാളമുണ്ട്. കൂടാതെ എവിടെയും കൂടി കാണാം നമ്മുടെ മീനെണ്ണ, അതുപോലെ വെണ്ണ, അതുപോലെ ക്യാരറ്റ്, പിന്നെ എന്താണ് മാങ്ങ, പപ്പായ തുടങ്ങിയ ആഹാരവസ്തുക്കളിലും ആര്?
ജീവകം എ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. മീനെണ്ണ, വെണ്ണ, ക്യാരറ്റ്, മാങ്ങ, പപ്പായ തുടങ്ങിയവയിലൊക്കെ ധാരാളമായി ആര് കാണുന്നു? ജീവകം എ കാണപ്പെടുന്നുണ്ട്. അതുപോലെ കരോട്ടിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവിൽ നിന്നും ജീവകം എ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നു. കരോട്ടിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവിൽ നിന്ന് നമുക്ക് ജീവകം എ നിർമ്മിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് കരോട്ടിനെ പറയുന്ന പേരാണ് പ്രോ വിറ്റമിൻ എ എന്നും പറയാറുണ്ട്. ബീറ്റാ കരോട്ടിൻ അല്ലെങ്കിൽ പ്രോ വിറ്റമിൻ എ എന്നും പറയുന്നുണ്ട്. അപ്പോൾ പ്രോ വിറ്റമിൻ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? പ്രോ വിറ്റമിൻ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? ബീറ്റാ കരോട്ടിൻ. അതായത് കരോട്ടിൻ എന്ന വർണ്ണവസ്തുവിൽ നിന്നും വിറ്റമിൻ എ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? പ്രോ വിറ്റമിൻ ആരാണ്? ബീറ്റാ കരോട്ടിൻ. നമുക്ക് വിറ്റമിന് മുമ്പുള്ള കാര്യം പ്രോ ആരാണത്? ബീറ്റാ കരോട്ടിൻ. ബീറ്റാ കരോട്ടിൻ 2 എന്തായിട്ട് മാറുന്നത്? വിറ്റമിൻ എ ആയിട്ട് മാറുന്നു. അതുകൊണ്ടാണ് പ്രോ വിറ്റമിൻ, പ്രോ PRO പ്രോ എന്നുണ്ടല്ലോ മുൻപെന്നുള്ള അർത്ഥം. പ്രോ വിറ്റമിൻ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ആരാണ്? ബീറ്റാ കരോട്ടിൻ. സോ ബീറ്റാ കരോട്ടിൻ നമുക്ക് എന്താക്കി മാറ്റാൻ കഴിവുണ്ട്? വിറ്റമിൻ എ ആക്കി മാറ്റാൻ സാധിക്കുന്നു. ഓക്കെ, ഇനി കാഴ്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഘടകം ഏത് വിറ്റമിനാണ്? കാഴ്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യ വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ എ ആണ്. അപ്പോൾ ഇനി ജീവകം എയുടെ മറ്റൊരു പേരാണ് ആൻറ്റി സിറോഫ്താൽമിക് വിറ്റമിൻ എന്ന് പറയുന്നു. ആൻറ്റി സിറോഫ്താൽമിക് വിറ്റമിൻ ആരാണ്? വിറ്റമിൻ എ ആണ് ആൻറ്റി സിറോഫ്താൽമിക് വിറ്റമിൻ. അതായത് ജീവകം എയുടെ കുറവ് മൂലം നിശാന്തത അല്ലെങ്കിൽ അതുപോലെ തന്നെ സിറോഫ്താൽമിയ ഈ 2 അസുഖങ്ങളും ഉണ്ടാകാൻ കാരണമാകുന്നു. വിറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന 2 രോഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നിശാന്തത, മറ്റൊന്ന് സിറോഫ്താൽമിയ. ഒന്ന് നിശാന്തതയും മറ്റൊന്ന് സിറോഫ്താൽമിയയും. ഓക്കെ, ഇപ്പോൾ ഇനി പറയുമ്പോൾ ജീവകം എയിൽ നിന്നും രൂപപ്പെടുന്ന 2 വസ്തുക്കൾ വർണ്ണകങ്ങളാണ്. വർണ്ണകം, നിറം കൊടുക്കുന്നത്. ജീവകം എയിൽ നിന്നും രൂപപ്പെടുന്ന 2 വർണ്ണകങ്ങൾ ഏതൊക്കെയാണ്? റോഡോപ്സിനും അയഡോപ്സിനുമാണ്. ജീവകം എയിൽ നിന്നും രൂപപ്പെടുന്ന 2 വർണ്ണകങ്ങൾ ഏതൊക്കെയാണ്? റോഡോപ്സിൻ ആൻഡ് അയഡോപ്സിൻ. ഇനി പറയുമ്പോൾ ഈ റോഡോപ്സിനും അയഡോപ്സിനുമാണ് നമ്മുടെ കണ്ണിലെ കോശങ്ങൾക്ക് പ്രകാശഗ്രഹണ ശക്തി കൊടുക്കുന്നത്. അതായത് റോഡോപ്സിനും അയഡോപ്സിനും ജീവകം എയിൽ നിന്നും ഉണ്ടാകുന്ന വർണ്ണകങ്ങളാണ് നമ്മുടെ കണ്ണിലെ കോശങ്ങൾക്ക് പ്രകാശഗ്രഹണ ശക്തി കൊടുക്കുന്നത്. ഓക്കെ, ജീവകം എയിൽ നിന്ന് രൂപപ്പെടുന്ന വർണ്ണകങ്ങൾ ഏതൊക്കെയാണ്? റോഡോപ്സിനും അയഡോപ്സിനും പ്രകാശഗ്രഹണ ശക്തി കൊടുക്കും നമ്മുടെ കണ്ണുകൾക്ക്. ആര്? ഈ റോഡോപ്സിനും അയഡോപ്സിനും. ഓക്കെ, ഇനി അടുത്തത് റോഡോപ്സിൻ ആരാണ്? മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കൊടുക്കുന്ന വർണ്ണകമാണ് ആര്? റോഡോപ്സിൻ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കൊടുക്കുന്ന വർണ്ണകമാണ് ആര്? റോഡോപ്സിൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ജീവകം എയുടെ കുറവ് മൂലം നിശാന്തത ഉണ്ടാകുന്നു. അപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ കണ്ണ് കാണാനൊക്കാത്ത അവസ്ഥ ശരിക്കും എന്താണ്? നിശാന്തതയാണ്. എന്തിൻ്റെ കുറവുകൊണ്ടാണത്? റോഡോപ്സിൻ്റെ കുറവുകൊണ്ട്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കൊടുക്കുന്ന വർണ്ണവസ്തു റോഡോപ്സിനാണ്. ഓക്കെ, ഇനി കണ്ണിൻ്റെ ദൃഢപടലം വരണ്ടു പോകുന്ന അവസ്ഥയാണ്. ദൃഢപടലം വരണ്ടു പോകുന്ന അവസ്ഥയാണെന്ത്? മാലക്കണ്ണെന്ന് പറഞ്ഞാൽ. കണ്ണിൻ്റെ ദൃഢപടലം വരണ്ട് പോകുന്ന അവസ്ഥയാണെന്ത്? മാലക്കണ്ണ് അല്ലെങ്കിൽ സിറോഫ്താൽമിയ എന്ന് പറയുന്ന സംഭവം. മാലക്കണ്ണ് അല്ലെങ്കിൽ സിറോഫ്താൽമിയ. ഇനി ഒരു പോയിന്റ് കൂടി പറഞ്ഞാൽ, ജീവകം എയുടെ കുറവ് മൂലം നിശാന്തത എന്ന രോഗം മുതിർന്നവരിലാണെങ്കിൽ മാലക്കണ്ണ് എന്ന രോഗം ആരിൽ കാണുന്നു? കുട്ടികളിൽ കാണുന്നതാണ്. ഡീപ്ലി ക്വസ്റ്റ്യൻ വന്നാൽ അങ്ങനെയായിരിക്കും വരിക. നിശാന്തത എന്ന രോഗം മുതിർന്നവരിലാണെങ്കിൽ മാലക്കണ്ണ് എന്ന രോഗം കുട്ടികളിലാണ് ഉണ്ടാകുന്നത്. കണ്ണിൻ്റെ ദൃഢപടലം വരണ്ടു പോകുന്ന അവസ്ഥയാണെന്ത്? മാലക്കണ്ണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജീവകം എയുടെ മറ്റൊരു പേരെന്താണ്? റെറ്റിനോൾ എന്ന് ആകുന്നു. ഓക്കെ, അപ്പം ജീവകം എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഭാവത്തിലുള്ള അസുഖങ്ങൾ ഏതൊക്കെയാണ്? നിശാന്തതയും സിറോഫ്താൽമിയുമാണ്. മങ്ങി വെളിച്ചത്തിൽ കാഴ്ചശക്തി കൊടുക്കുന്ന വർണ്ണകം ആരാണ്? റോഡോപ്സിനാണ്. കണ്ണിൻ്റെ ദൃഢപടലം വരണ്ടു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? മാലക്കണ്ണ് എന്നാണ്. ജീവകം എയുടെ മറ്റൊരു പേരെന്താണ്? റെറ്റിനോൾ എന്നാണ്. അടുത്ത ഇനി ജീവകം ഡി. പല്ലിൻ്റെ എല്ലിൻ്റെയും ബലങ്ങൾക്ക് പല്ലിൻ്റെ എല്ലിൻ്റെയും ആരോഗ്യത്തിന് അത്യാവശ്യമായൊരു വൈറ്റമിനാണ് ഇത്. ജീവകമാണ് ജീവകം ഡി. ഇതിൻ്റെ മറ്റൊരു പേരാണ് കാൽസിഫെറോൾ അല്ലെങ്കിൽ ആൻറ്റി റിക്കറ്റ് വിറ്റമിൻ, സൺഷൈൻ വിറ്റമിൻ. കാൽസിഫെറോൾ, ആൻറ്റി റിക്കറ്റ്,
സൺഷൈൻ വിറ്റമിൻ എന്നും പറയപ്പെടുന്നു. ജീവകം ഡി കാൽസിഫെറോൾ, ആൻറ്റി റിക്കറ്റ്, സൺഷൈൻ വിറ്റമിൻ എന്നും പറയുന്നുണ്ട്. അതായത് കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ലവണങ്ങളുടെ ആഗിരണത്തിന് വിറ്റമിൻ ഡി അത്യാവശ്യമാണ്. ഓക്കെ, ഇനി നോക്കാം. സസ്യ ഉറവിടങ്ങളിൽ ലഭ്യമല്ലാത്ത ജീവകമാണ് ആര്? ജീവകം ഡി. സസ്യ ഉറവിടങ്ങളിൽ ലഭ്യമല്ലാത്ത ജീവകമാണ് ഏത്? ജീവകം ഡി. പിന്നെ എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട്? മീനെണ്ണയിലുണ്ട്, എണ്ണയിലുമുണ്ട്, പാലിലുണ്ട്, മുട്ടയിലുമുണ്ട്. ഓക്കെ, അപ്പോൾ പാല്, മുട്ട, മീനെണ്ണ, എണ്ണ, ഇതിലൊക്കെ എന്തുണ്ട്? ഡി ഉണ്ടെന്നാൽ സസ്യ ഉറവിടങ്ങളിൽ ലഭ്യമല്ലാത്ത ജീവകം ആരാണ്? ജീവകം ഡി ആണ്. ഇനി ജീവകം ഡി നമുക്കെങ്ങനെ ലഭിക്കുന്നു? അതായത് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ നമ്മുടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ആരാണ്? ജീവകം ഡി ആണ്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി. ഇനി എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? അതായത് അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ത്വക്കിനടിയിലുള്ള എർഗോസ്തിറോൾ എന്ന് പറയുന്ന കൊഴുപ്പുണ്ട്. നമ്മുടെ ത്വക്കിനടിയിൽ എർഗോസ്തിറോൾ എന്ന് പറയുന്ന കൊഴുപ്പുണ്ട്. എർഗോസ്തിറോൾ എന്നറിയപ്പെടുന്ന കൊഴുപ്പ് സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ത്വക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ത്വക്കിനടിയിലുള്ള എർഗോസ്തിറോൾ എന്ന കൊഴുപ്പ് പദാർത്ഥം എന്തായിട്ട് മാറും? ജീവകം ഡി ആയിട്ട് മാറുന്നു. അതായത് ഈ അൾട്രാവയലറ്റ് രശ്മികൾ അവരുടെ ഉത്തേജന പ്രകാരം അവരൊരു ഫോഴ്സ് കൊടുക്കുന്നു, അല്ലേ? ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കുന്നു. വെയിലടിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ത്വക്കിനടിയിലുള്ള എർഗോസ്തിറോൾ എന്ന് പറയുന്ന കൊഴുപ്പ് എന്തായിട്ട് മാറുന്നു? വിറ്റമിൻ ഡി ആയിട്ട് മാറുന്നു. അതിനാര് വേണം? അൾട്രാവയലറ്റ് രശ്മികളുടെ ഉത്തേജനം ഉണ്ടാകണം. അപ്പോൾ സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ ഉത്തേജനം മൂലം നമ്മുടെ ത്വക്കിനടിയിലുള്ള എർഗോസ്തിറോൾ എന്നറിയപ്പെടുന്ന കൊഴുപ്പാണ് ജീവകം ഡി ആയി മാറുന്നത്. അപ്പോൾ നമ്മുടെ തൊലിക്കടിയിലുള്ള കൊഴുപ്പിൻ്റെ പേരെന്താണ്? എർഗോസ്തിറോൾ. കൊഴുപ്പിൻ്റെ പേരാണ് എർഗോസ്തിറോൾ എന്ന് പറയുന്നത്, അല്ലേ? അതിനെ ആർക്ക് മാത്രമേ? സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് റേസിന് മാത്രമേ ഉത്തേജിപ്പിച്ച് എന്താക്കി മാറ്റാൻ പറ്റുള്ളൂ? വിറ്റമിൻ ഡി ആക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി, അല്ലേ? ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ആര് തന്നെയാണ്? ജീവകം ഡി ആണ്. കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നതും ആര് തന്നെയാണ്? ജീവകം ഡി ആണ്. കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നതും ജീവകം ഡി ആണ്. അതായത് കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ലവണങ്ങളുടെ ആഗിരണത്തിന് ഈ വിറ്റമിൻ ഡി അത്യാവശ്യമാണ്. കാൽസ്യം, ഫോസ്ഫറസ് ഈ ലവണങ്ങളുടെ ഉത്തേജനത്തിന് കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ജീവകങ്ങളുടെ തുടങ്ങിയവയുടെ കാൽസ്യം ഉണ്ട്, അതുപോലെ ഫോസ്ഫറസിൻ്റെയും ആഗിരണം നമ്മുടെ ശരീരത്തിലേക്ക് കാൽസ്യം, ഫോസ്ഫറസും ആഗിരണം ചെയ്യുന്ന ആരും കൂടി വേണം. ആര് വേണമെന്ന? വിറ്റമിൻ ഡി ആവശ്യമുണ്ട്. കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ലവണങ്ങളുടെ ആഗിരണത്തിന് വിറ്റമിൻ ഡി അത്യാവശ്യമാണ്. അതുകൊണ്ട് തമ്മിൽ കണക്ട് ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ കാൽസിഫെറോൾ എന്ന പേരൊക്കെ അങ്ങനെയാണ് വരിക. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി. കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ലവണങ്ങളുടെ ആഗിരണത്തിന് വിറ്റമിൻ ഡി അത്യാവശ്യമാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ജീവകം ഡിക്ക് 2 രൂപങ്ങളുണ്ട്. ഒന്ന് ജീവകം D3 എന്ന് പറയുന്നുണ്ട്. ജീവകം ഡിക്ക് D3 എന്ന് പറയാറുണ്ട്. അതുപോലെ ജീവകം D3 ഉണ്ട്, D2 ഉണ്ട്. ജീവകം D3യും ഉണ്ട്, D2യും ഉണ്ട്. ജീവകം ഡി എന്ന് പറയുമ്പോൾ അത് 2 എണ്ണം. ഒന്ന് ജീവകം D3, ഒന്ന് ജീവകം D2 എന്ന് പറയും. D3യുടെ പേരെന്താണ്? കോൾ കാൽസിഫെറോൾ എന്ന് പറയും. അതായത് കോൾ കാൽസിഫെറോൾ. ഓക്കെ, കോൾ കാൽസിഫെറോൾ ആണ് ജീവകം D3. ജീവകം D2 എന്താണ്? എർഗോസ്തിറോളാണ്. D2 എന്താണ്? എർഗോസ്തിറോളാണ്. D2 എർഗോസ്തിറോൾ. ഓക്കെ, അപ്പം വിറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ അത് 2 രൂപങ്ങളിൽ കാണപ്പെടാം. D3യും ഉണ്ട്, D2വും ഉണ്ട്. D3 കോൾ കാൽസിഫെറോൾ ആണെങ്കിൽ D2 എർഗോസ്തിറോളാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ജീവകം ഡിയുടെ കാര്യങ്ങൾ, അല്ലേ? അതായത്
കാൽസിഫെറോൾ ആൻറ്റി റിക്കറ്റ് വിറ്റമിനാണ്, സൺഷൈൻ വിറ്റമിനാണ്. സസ്യ ഉറവിടങ്ങളിൽ ലഭ്യമല്ലാത്ത ജീവകമാണ് ജീവകം ഡി. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാരാണ് ജീവകം ഡി. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാരാണ് ജീവകം ഡി ആണ് അല്ലേ. ഇനിയുള്ളത് ജീവകം ഡിയുടെ കാര്യങ്ങൾ. ജീവകം ഡി എന്ന് പറയുന്ന അസുഖം അല്ലെങ്കിൽ ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ്? കണാരോഗമാണ് അല്ലേ. കണ എന്ന രോഗമാണ് ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം. അത് കുട്ടികളിൽ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയും. റിക്കറ്റ്സ്, കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയും. എന്നാൽ മുതിർന്നവരിൽ എന്താ പറയുക? ഓസ്റ്റിയോ മലേഷ്യ. ഓസ്റ്റിയോ മലേഷ്യ, ഓസ്റ്റിയോ മലേഷ്യ, ഓസ്റ്റിയോ മലേഷ്യ എന്ന് പറയും. ഓക്കെ, അപ്പോൾ റിക്കറ്റ്സ് അല്ലെ കണ എന്ന രോഗം നമ്മൾ മെയിൻലി പഠിക്കുന്ന വിറ്റമിൻ ഡിയുടെ അഭാവത്തിലുണ്ടാകുന്ന അസുഖം എന്താണ്? റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന രോഗമാണ് അല്ലേ. അത് കുട്ടികളിലാണ്. മുതിർന്നവരിൽ വിറ്റമിൻ ഡി കുറഞ്ഞാലോ ഉണ്ടാകുന്ന അസുഖം എന്താണ്? ഓസ്റ്റിയോ മലേഷ്യയാണ്. രണ്ടും എല്ലുകളെ ബാധിക്കുന്ന അസുഖമാണ്. രണ്ടും എന്താണ്? എല്ലുകളെ ബാധിക്കുന്ന അസുഖമാണ്. കൈയും കാലും വളഞ്ഞു പോകുന്ന അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ കുട്ടികളിലാണ് മെയിൻലി എന്ത് ഓസ്റ്റിയോ മലേഷ്യ ചോദിക്കുകയാണെങ്കിൽ അത് ശരിക്കും എന്താണ്? വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന അസുഖമാണെന്ത്? ഓസ്റ്റിയോ മലേഷ്യ. വിറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ കാണപ്പെടുന്ന അസുഖമാണെന്ത്? ഓസ്റ്റിയോ മലേഷ്യ. എല്ലുകളുടെ ബലക്കുറവ്, എല്ലുകൾ ഒടിഞ്ഞു പോകുന്ന അവസ്ഥ, എല്ലുകളെ ബാധിക്കുന്ന രോഗം ഓസ്റ്റിയോ മലേഷ്യ. നമുക്ക് വിറ്റമിൻ ഡിയുടെ അസുഖം എന്താണ്? അപര്യാപ്തത അസുഖം എന്താണ്? കണ റിക്കറ്റ്സേ പഠിക്കുന്നുള്ളൂ നമ്മളില്ലേ. എന്നാൽ മുതിർന്നവരുള്ള അസുഖം സ്പെഷ്യലി ചോദിച്ചാൽ എന്താ എഴുതുക? ഓസ്റ്റിയോ മലേഷ്യ വെച്ച് നമുക്ക് എന്താ പറയണം? വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം മുതിർന്നവരിൽ കാണപ്പെടുന്ന അസുഖമാണെന്ത്? ഓസ്റ്റിയോ മലേഷ്യ. ഓക്കെ, എല്ലുകളെ ബാധിക്കുന്ന അസുഖമാണ് ഓസ്റ്റിയോ മലേഷ്യ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വിറ്റമിൻ ഡിയുടെ കാര്യങ്ങൾ. നെക്സ്റ്റ് വിറ്റമിൻ ജി അല്ല, വിറ്റമിൻ ഇ ആണ്. ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ജീവകം ആരാണ്? വിറ്റമിൻ ഇ ആണ്. ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ജീവകം ആരാണ്? വിറ്റമിൻ ഇ ആണ്. വന്ധ്യത ഉണ്ടാകുന്നതിന് കാരണം ജീവകം ഇയുടെ അഭാവം മൂലം ആണ്. വന്ധ്യത ഉണ്ടാകുന്നതിന് കാരണം ജീവകം ഇയുടെ അഭാവം മൂലമാണ്. ഹോർമോണാന്ന് പറയുന്നത് വിറ്റമിൻ ഇ ആണ്. വന്ധ്യത ഉണ്ടാകുന്ന അല്ലേ, കുട്ടികളുണ്ടാകാത്ത അവസ്ഥ, ഇൻഫെർട്ടിലിറ്റി, കുട്ടികളുണ്ടാകാത്ത അവസ്ഥ ഉണ്ടാകുന്നതിന് കാരണം ഇയുടെ അഭാവമാണ്. ബ്യൂട്ടി വിറ്റമിൻ എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. ബ്യൂട്ടി വിറ്റമിൻ എന്നും ജീവകം ഇയെ വിളിക്കാറുണ്ട്. ബ്യൂട്ടി വിറ്റമിൻ എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ആരാണ്? ജീവകം ഇ ആണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ആരാണ്? ജീവകം ഇ ആണ്. ഇനി ഇതെവിടെ അടങ്ങിയെന്ന് പറയാമോ? നമ്മുടെ മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയത് അല്ലേ. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം അടങ്ങിയൊരു ജീവകമാണ് ജീവകം ഇ. ഓക്കെ, ഇതൊരു നിരോക്സീകാരി കൂടിയാണ് ആര്? ജീവകം ഇ. നിരോക്സീകാരി കൂടിയാണ് ജീവകം ഇ. അപ്പോൾ ഹോർമോണെ കണക്കാക്കുന്ന ജീവകം ഇ ആണ്. വന്ധ്യത ഉണ്ടാകുന്നതിന് കാരണം എന്തിൻ്റെ അഭാവമാണ്? ജീവകം ഇയുടെ അഭാവം. ബ്യൂട്ടി വിറ്റമിൻ ആരാണ്? ജീവകം ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ കാണപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? അല്ലേ, എല്ലാവരും വെള്ള കഴിക്കും അല്ലേ, പലരും ഈ അങ്ങോട്ട് അതിൻ്റെ എന്താ മഞ്ഞ എടുത്ത് ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നില്ലേ, കൊളസ്ട്രോൾ കൂടും. അതുകൊണ്ട് എന്താ മഞ്ഞ അങ്ങോട്ട് മാറ്റി വയ്ക്കും എല്ലാവരും ചെയ്യുന്ന. അപ്പോൾ മഞ്ഞയിൽ പക്ഷേ വിറ്റമിൻ ഇ ഉണ്ട്. സൗന്ദര്യം ആര് വേണം? ഈ മഞ്ഞ കഴിക്കണം കേട്ടോ. ഓക്കെ, മുട്ടയുടെ മഞ്ഞയിൽ എന്തുണ്ട്? അപ്പോൾ വിറ്റമിൻ ഇ ഉണ്ട്. നിരോക്സീകാരിയെ പ്രവർത്തിക്കുന്നവനും ആരാണ്? വിറ്റമിൻ ഇ ആണ്. അതുപോലെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം അല്ലേ, ഈ വിറ്റമിൻ ഇ കഴിച്ചാൽ ഹൃദയത്തെ നമുക്ക് സംരക്ഷിക്കാം. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്ന ആരാണ്? ഈ വിറ്റമിൻ ഇ ആണ്, ജീവകം ഇ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലേ, വന്ധ്യത ഉണ്ടാകുന്നതിന് കാരണം ജീവകം ഇ ആണ്. വന്ധ്യത ഉണ്ടാകുന്നതിന് കാരണം ആരാണ്? ജീവകം ഇ എന്ന് പറഞ്ഞില്ലേ. വന്ധ്യത ഉണ്ടാകുന്നതിന് കാരണം ജീവകം ഇയുടെ അപര്യാപ്തതയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവരെ എന്ത് വിളിക്കാം? ആൻറ്റി സ്റ്റെറിലിറ്റി അല്ലേ, ആൻറ്റി സ്റ്റെറിലിറ്റി അല്ലേ, ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റമിൻ എന്നും വിളിക്കുന്നുണ്ട് ഇവരെ. ഇവിടെ മറ്റൊരു പേരെന്താണ്? ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റമിൻ എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഈ നമ്മുടെ വിറ്റമിൻ ഇ അടങ്ങിയ ഫുഡ് സ്രോതസ് ഏതൊക്കെയാണ്? ഒന്ന് ഗോതമ്പിലുണ്ട്, പരുത്തിക്കുരുവിലുണ്ട്, സസ്യ എണ്ണകളിലൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ കഴിക്കുന്ന കരൾക്കിഡ്നി തുടങ്ങിയതിലൊക്കെ, മാംസത്തിൻ്റെ കരൾക്കിഡ്നി തുടങ്ങിയതിലൊക്കെ ജീവകം ഇ ഉണ്ട്. ഓക്കെ, ജീവകം ഇ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞക്കരു അല്ലേ, ദെൻ
പരുത്തിക്കുരു സസ്യ എണ്ണകൾ, അതുപോലെ ഗോതമ്പ് പരുത്തിക്കുരു സസ്യ എണ്ണകൾ, പിന്നെ മുട്ടയുടെ മഞ്ഞ, അതിലൊക്കെ എന്ത് ജീവകം ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജീവകം ഇയുടെ കുറവുണ്ടാകുന്ന അസുഖം എന്താണ്? വന്ധ്യത ആണ്. വന്ധ്യത ആണ് ജീവകം ഇയുടെ കുറവുകളുണ്ടാകുന്ന അസുഖമെന്ന് പറയുന്നത്. അടുത്തതിലേക്ക് പോവാം. ജീവകം കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ആരാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ് അല്ലേ? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ. ഇതിൻ്റെ മറ്റൊരു പേരെന്താണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. മറ്റൊരു പേര്, ജീവകം കെയുടെ മറ്റൊരു പേര് എന്താണ്? ആൻറ്റി ഹെമറാജിക് ഫാക്ടർ. ആൻറ്റി ഹെമറാജിക് ഇല്ലേ, ഹെമറേജ് പൊട്ടുകയല്ലേ, രക്തസ്രാവമല്ലേ, ഹെമറേജിക് ആൻറ്റി ഹെമറേജിക് വിറ്റമിൻ എന്നറിയപ്പെടുന്നു. വിറ്റമിൻ കെ ആണ്. ആൻറ്റി ഹെമറേജിക് വിറ്റമിൻ എന്ന് കൂടി അറിയപ്പെടുന്നു അല്ലേ? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ എന്താണ്? വിറ്റമിൻ കെ. അപ്പം വിറ്റമിൻ കെയുടെ മറ്റൊരു പേരെന്താണ്? ആൻറ്റി ഹെമറേജിക് വിറ്റമിൻ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്നത് സോയാബീൻ, അതുപോലെ തക്കാളി, കാബേജ്, മീൻ തുടങ്ങിയതിലൊക്കെ മുട്ടയിലുമുണ്ട് വിറ്റമിൻ കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, നമ്മുടെ മനുഷ്യരുടെ കുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾക്ക് വിറ്റമിൻ കെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. കുടലിൽ വസിക്കുന്ന ബാക്ടീരിയത്തിന് വിറ്റമിൻ കെ നിർമ്മിക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഈ വിറ്റമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞില്ലേ? എങ്ങനെയായിരിക്കും? അതായത് രക്തം കട്ടപിടിക്കാൻ ആവശ്യമായൊരു മാംസ്യം ഉണ്ട്. അതിൻ്റെ പേരെന്താണ്? രക്തം കട്ടപിടിക്കാൻ ആവശ്യമായൊരു മാംസ്യമുണ്ട്. അതിൻ്റെ പേരാണെന്ത്? പ്രോത്രോംബിൻ എന്ന് പറയും. പ്രോത്രോംബിൻ. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായൊരു മാംസത്തിൻ്റെ പേരെന്താണ്? പ്രോട്ടീൻ്റെ പേരെന്താണ്? പ്രോത്രോംബിൻ. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ മാംസത്തിൻ്റെ പേരെന്താണ്? പ്രോത്രോംബിൻ. ഈ പ്രോത്രോംബിൻ എന്ന മാംസ്യം ഈ ജീവകം കെയുടെ സാന്നിധ്യത്തിലാണ് നിർമ്മിക്കപ്പെടുക, കരളിൽ. ഓക്കെ, അപ്പോൾ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ജീവകമാരാണ് ജീവകം കെ അല്ലേ? എങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രക്തം കട്ടപിടിക്കാൻ ആവശ്യമായൊരു രക്തം കട്ടപിടിക്കാൻ വലിയൊരു വലിയൊരു സ്റ്റെപ്പുണ്ട്. അതിന് കുറേ സ്റ്റെപ്സ് ഉണ്ട് അല്ലേ? അങ്ങനെ മാംസ്യമുണ്ട്, കുറേ സ്റ്റെപ്സ് ഉണ്ട് അതിന്. അപ്പോൾ അതിനകത്ത് വരുന്ന രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ഒരു മാംസ്യമാണ് ആര്? പ്രോട്ടീനാണ് ആര്? പ്രോത്രോംബിൻ എന്ന് പറയുന്ന സാധനം. ഈ പ്രോത്രോംബിൻ ഉണ്ടാകണം ആ സമയത്ത് അല്ലെ? ബ്ലഡ് അല്ലെങ്കിൽ മുറിവുണ്ടാകുമ്പോൾ പ്രോത്രോംബിൻ ഉണ്ടാകണമെങ്കിൽ ആര് വേണം? ഈ ജീവകം കെയുടെ സഹായത്തോടു കൂടി കരളിൽ വെച്ചാണ് പ്രോത്രോംബിൻ നിർമ്മിക്കപ്പെടുക. ജീവകം കെയുടെ സഹായത്തോടു കൂടി കരളിൽ വെച്ചാണ് ഈ പ്രോത്രോംബിൻ എന്ന് പറയുന്ന മാംസ്യം രക്തം കട്ടപിടിക്കാൻ വേണ്ടി ഉണ്ടാകുന്നത്. അല്ലാതെ എപ്പോഴും പ്രോത്രോംബിൻ അങ്ങനെ കൊണ്ട് ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പോൾ മാംസ്യങ്ങളുണ്ട്, പ്രോത്രോംബിനുണ്ട് അല്ലേ, ഫൈബ്രിനോജൻ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് സ്റ്റെപ്സ് കുറേ ഉണ്ട്. പക്ഷേങ്കിൽ അപ്പോൾ അത് നമ്മൾ അത്രയും കിടക്കണ്ട. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ജീവകമാരാണ് ജീവകം കെ. അതെവിടെ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചാൽ, രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ഒരു പ്രോട്ടീൻ മാംസ്യമാണെന്ത്? പ്രോത്രോംബിൻ. ഈ പ്രോത്രോംബിന് എന്ന മാംസ്യം ജീവകം കെ ഉണ്ടെങ്കിൽ മാത്രമേ കരളിൽ വെച്ച് നിർമ്മിക്കപ്പെടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രോത്രോംബിൻ എന്ന മാംസ്യം ജീവകം കെയുടെ സാന്നിധ്യത്തിലാണ് കരളിൽ വെച്ച് നിർമ്മിക്കപ്പെടുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജീവകം കെയുടെ ഉൽപ്പാദനം കുറഞ്ഞാൽ പ്രോത്രോംബിൻ്റെ ഉൽപ്പാദനവും കുറയുന്നുണ്ട്. ജീവകം കെയുടെ ഉൽപ്പാദനം കുറഞ്ഞാൽ പ്രോത്രോംബിൻ്റെ ഉൽപ്പാദനവും കുറയുന്നു. അപ്പോൾ രക്തം കട്ടപിടിക്കാൻ താമസം നേരിടുന്നു. ഓക്കെ, അപ്പോൾ അത്ര പ്രധാനപ്പെട്ടതാണ് ജീവകം കെ. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക ചെയ്യുന്നത്. ഇനി ബി കോംപ്ലക്സ് ആണ്. ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനുകളാണ് ഏതൊക്കെ? വിറ്റമിൻ ബി കോംപ്ലക്സും സിയും അല്ലേ? അപ്പോൾ ബി കോംപ്ലക്സ് ഏതൊക്കെ വരും? B1 അല്ലേ? B1 ഉണ്ട്. B1 മുതൽ B12 വരെയുള്ളത് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, B1, B2, B7, B3 അങ്ങനെ കുറേ ഉണ്ട്. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഈ വിറ്റമിൻസ് എല്ലാം നമ്മുടെ ശരീരത്തിൽ സംഭരിക്കത്തില്ല, അതങ്ങ് പോവും. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കണം, നിത്യേന കഴിച്ചുകൊണ്ട്. ബി കോംപ്ലക്സിൻ്റെ കുറവുണ്ടാകുന്ന അങ്ങനെയാണ്. അതായത് പറഞ്ഞ B7, അതുപോലെ B2, B3, അതുപോലെ B1, B2, അതുപോലെ B5, ഓക്കെ, B9, അതുപോലെ B6ഉം B12 എസ്പെഷ്യലി അത്രയും പറയാം. സിയും
ഏതൊക്കെയാണ്? B1, ഓക്കെ, പിന്നെ B2, B5, B7, അതുപോലെ B6. B1, B2, B5, B6, B9, ദെൻ B12. ഇത്രയും ജലത്തിലൂടെ, അത് നമ്മുടെ യൂറിനിലൂടെ അങ്ങനെ അങ്ങ് പോകും, അതങ്ങ് സംഭരിക്കപ്പെടുന്നില്ല അത്. ഓക്കെ, സി ഉണ്ട്, സംഭരിക്കപ്പെടുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി തവിടിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകം ആരാണ്? തവിടിൽ നമ്മൾ കഴിക്കുന്ന ചുവന്ന അരിയില്ലേ, ചുവന്ന അരി, പോളിഷ്ഡ് അല്ലേ, അപ്പോൾ അൺപോളിഷ്ഡ്, തവിടിൽ അടങ്ങിയിരിക്കുന്ന ജീവകത്തിൻ്റെ പേരെന്താണ്? B1 എന്നാണ് പറയുക. തൈമിൻ്റെ, ആ തവിടിലുള്ള വിറ്റമിനാണെന്ത്? തൈമിൻ്റെ അപര്യാപ്തത ഉണ്ടാകുന്ന രോഗം എന്താണ്? ബെറിബറിയാണ്. തയാമിൻ്റെ അപര്യാപ്തത ഉണ്ടാകുന്ന അസുഖം എന്താണ്? ബെറിബറി. തവിടിലടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? ജീവകം B1 എന്നാണ് പറയുക. ജീവകം 1 അല്ലേ, അതായത് ധാന്യങ്ങളിലും പയറിലും ഇറച്ചിയിലും ഒക്കെ ധാരാളം അടങ്ങിയതാണ് എന്ത്? ജീവകം B1 എന്ന് പറഞ്ഞത് അല്ലേ. അരിയിലെ തവിടിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ ഒരു സാധനമാണെന്ത്? B1 എന്ന് പറയുന്നത്. ഇനി അതുപോലെ B2, പാലിന് നേരിയ മഞ്ഞ നിറം കൊടുക്കുന്ന ഘടകമാരാണ്? റൈബോഫ്ലേവിനാണ്. B2 പാലിന് നേരിയ മഞ്ഞ നിറം കൊടുക്കുന്ന വസ്തു അല്ലേ, വർണ്ണനിറം കൊടുക്കുക, വർണ്ണവസ്തു. പാലിന് നേരിയ മഞ്ഞ നിറം കൊടുക്കുന്ന വസ്തു ആരാണ്? ആ ഘടകം ആരാണ്? റൈബോഫ്ലവിനാണ് അല്ലേ. ചെറിയ മഞ്ഞ കാണാം, ആ മഞ്ഞ നിറം കൊടുക്കുന്നത് B2 അടങ്ങിയാണ്. റൈബോഫ്ലവിൻ, സ്പെല്ലിങ്ങിൽ റൈബോഫ്ലേവിൻ. ഓക്കെ, റൈബോഫ്ലേവിനാണ് B2. ബി കോംപ്ലക്സ് വരുന്ന B2 ആണത്. റൈബോഫ്ലേവിനാണ് പാലിന് നേരിയ മഞ്ഞ നിറം കൊടുക്കുന്നത്. ഓക്കെ, പാലിൽ അതുപോലെ ഇലക്കറികളിലും B2 അടങ്ങിയിട്ടുണ്ട്. ഇനിയും ഉള്ളത് B3 ആണ്. B3 എന്ന് പറഞ്ഞാൽ നിയാസിൻ. B3 എന്ന് പറയുന്നത് നിയാസിൻ എന്നാണ് B3 അറിയപ്പെടുക. അതായത് പയറിലും ഈസ്റ്റിൽ ധാരാളം അടങ്ങിയ സാധനമാണെന്ത്? ഈ നിയാസിൻ എന്ന് പറയുന്നത്. പയറിലും ഈസ്റ്റിലുമൊക്കെ ധാരാളം അടങ്ങിയതാണെന്ത്? നിയാസിൻ എന്ന് പറയുന്നത്. B3 നിയാസിൻ, B3 പിയാസിൻ അല്ലേ. അതായത് ഇതിൻ്റെ അപര്യാപ്തത മൂലം, നിയാസിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു അസുഖത്തിൻ്റെ പേരെന്താണ്? നിയാസിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന, B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖത്തിൻ്റെ പേരെന്താണ്? പെല്ലാഗ്ര അല്ലേ. പെല്ലാഗ്ര എന്നാണ് B3യുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖത്തിൻ്റെ പേര് അല്ലേ. നായ്ക്കളിലൊക്കെ അത് ബ്ലാക്ക് ടങ് എന്നറിയപ്പെടുന്നുണ്ട്, മനസ്സിലായി. നായ്ക്കളിലത് ബ്ലാക്ക് ടങ് എന്ന അസുഖം ഉണ്ടാകും അല്ലേ. അപ്പോൾ B3യുടെ കുറവുണ്ടാകുന്ന അസുഖം ഏതാണ്? പെല്ലാഗ്ര. B3 എന്ന് പറഞ്ഞാൽ ആരാണ്? നിയാസിനാണ് B3 എന്നറിയപ്പെടുക. അതായത് നിക്കോട്ടിനിക് ആസിഡ്. നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. B3 നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. B3 അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖത്തിൻ്റെ പേരെന്താണ്? പെല്ലാഗ്ര അല്ലേ. കറുത്ത നാവ്. ഓക്കെ, ഇനി അടുത്തത് ജീവകം B3 ആണ്. ജീവകം B3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പേര് ഫോളിയാസിൻ എന്നാണ്. ജീവകം B3യുടെ മറ്റൊരു പേരെന്താണ്? ഫോളിയാസിൻ. ഉള്ള പേരെന്ത് പറയാം? ഫോളിക് ആസിഡ്. അത് പറഞ്ഞാൽ മനസ്സിലാകും. ഫോളിക് ആസിഡ്, ജീവകം B9. ഓക്കെ, ജീവകം B9 ഫോളിക് ആസിഡ്. ജീവകം B9 ഫോളിക് ആസിഡാണ്. B9 ഫോളിക് ആസിഡാണ് ജീവകം B9 എന്ന് പറഞ്ഞത്. അതായത് B9 എന്ന് പറയുന്നത് ഇലക്കറികളിൽ ധാരാളം അടങ്ങിയതുകൊണ്ടാണ് ഫോളിയാസ് എന്ന പേര് ലഭിച്ചേക്കുന്നത്. ഈ B9 എന്ന സാധനം ഇലക്കറികളിൽ ധാരാളമുണ്ട് അല്ലേ. ഇല കഴിച്ചാൽ കിട്ടുന്നല്ലേ പറയുക. അപ്പോൾ ഇലക്കറികൾ ധാരാളം അടങ്ങിയതുകൊണ്ടാണ് ഇതിനെ ഫോളിയാസിൻ എന്ന് പറയുക. ഫോളിയോ, ഇലക്കറികളിൽ ധാരാളം B9 അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് ഇതിനെ ഫോളിയാസിൻ എന്ന പേര് ലഭിക്കുക. ഇലക്കറികൾ ധാരാളം അടങ്ങിയ വിറ്റമിൻ അപ്പോൾ ആര് തന്നെയാണ്? B9, ഫോളിയാസിൻ, ഫോളിക് ആസിഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഭാവത്തിലുള്ള അസുഖം എന്ത് തന്നെയായിരിക്കും? അനീമിയ ആയിരിക്കും അല്ലേ. അനീമിയാണ് ഇതിൻ്റെ അഭാവത്തിലുണ്ടാകുന്ന അസുഖം എന്ന് പറഞ്ഞാൽ. അടുത്തത് ഫോളിയാസിൻ B9. ഫോളിയാസിൻ എന്ന് പറയുന്ന ജീവകം ഏതാണ്? B9 ആണ്. ഇനി ജീവകം H എന്ന് പറഞ്ഞാൽ ആരാണ്? B7 ആണ്. ജീവകം H എന്ന് പറയുന്നത് B7 ആണ്. ഓക്കെ, ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങൾ ആരൊക്കെയാണ്? ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ജീവകം B7, B5, K.
ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? B7, B5 ആൻഡ് K. ഓക്കെ, B7ഉം B5ഉം Kയും ആണ് അല്ലേ. B5 എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരെന്താണ്? പാൻറ്റോത്തിനിക് ആസിഡ് എന്നാണ്. B5 പാൻറ്റോത്തിനിക് ആസിഡ് എന്നാണ് B5. ഓക്കെ, പാൻറ്റോത്തിനിക് ആസിഡ് എന്നാണ് B5 പാൻറ്റോത്തിനിക് ആസിഡ് അല്ലേ. B7 ആരാണ്? ബയോട്ടിനാണ്. B7 എന്ന് പറഞ്ഞാൽ ബയോട്ട് ഇവിടെ എഴുതാം കേട്ടോ. B7 ആരാണ്? ബയോട്ടിനാണ്. B7 ബയോട്ടിനാണ്. B5 പാൻറ്റോത്തിനിക് ആസിഡാണ് അല്ലേ. BKയുടെ മറ്റൊരു പേരെന്താണ്? ഫില്ലോക്കിനോൺ അല്ലേ. ഫില്ലോക്കിനോൺ എന്ന് എന്താ പറയുക? BK എന്ന് പറഞ്ഞു. അപ്പോൾ ജീവകം B7, B5, K എന്നിവ എന്താണ്? ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻസ് ആണ്. B7ൻ്റെ മറ്റൊരു പേര് ബയോട്ടിൻ എന്ന് പറയാം. B5 പാൻറ്റോത്തിനിക് ആസിഡാണ്. കെയോ ഫില്ലോക്കിനോൺ. ഓക്കെ, അടുത്തത് കൊബാൾട്ട് അടങ്ങിയ ജീവകം ആണ് ആര്? വൈറ്റമിൻ B12. കൊബാൾട്ട് അടങ്ങിയ ജീവകം ആണ് ആര്? വൈറ്റമിൻ B12. ഈ ജീവകം B12ൻ്റെ ഒരു മനുഷ്യനിർമ്മിത രൂപത്തിൻ്റെ പേര് പറയാൻ പറ്റുമോ? ജീവകം B12ൻ്റെ മനുഷ്യനിർമ്മിത രൂപത്തിൻ്റെ പേരെന്താണ്? സയനോകോബലാമിൻ. സയനോകോബാലമിൻ എഴുതുമ്പോൾ അങ്ങനെയൊക്കെ വരും കേട്ടോ. സയനോ ഇങ്ങനെയാണ് ഇംഗ്ലീഷ് വരുന്നത്. സയനോകോബാലമിൻ കേട്ടോ. സയനോകോബാലമിൻ B12ൻ്റെ മനുഷ്യനിർമ്മിത രൂപമാണ് സയനോകോബലാമിൻ എന്ന് പറഞ്ഞത്. ഓക്കെ, B12 സയനോകോബലാമിൻ അല്ലേ. സയനോകോബാലമിൻ. ഓക്കെ, അതിന് ശരിക്കുള്ള സ്പെല്ലിംഗ് എഴുതാം. സയനോകോബാലമിൻ. ഓക്കെ, സയനോകോബാലമിൻ എന്നാണ് B12ൻ്റെ രൂപം അല്ലേ. മനുഷ്യനിർമ്മിത രൂപമാണ് സയനോകോബാലമിൻ എന്ന് പറയുന്ന സംഭവം തന്നെ. സയനോകോബാലമിൻ അല്ലേ. അതായത് കൊബാൾട്ട് അടങ്ങിയ ജീവകമാണ് ആര്? ജീവകം B12 എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ RBC ചുവന്ന രക്താണുക്കൾ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി അത്യാവശ്യമുള്ള ഒന്നാണെന്ത്? B12. അതായത് ചുവന്ന രക്താണുക്കൾ അല്ലെ, RBC റെഡ് ബ്ലഡ് കോർപ്പസൽസ് അരുണ രക്താണുക്കളുടെ വളർച്ചയ്ക്ക് അല്ലേ 120 ദിവസം അവരുടെ ആയുസ്സുണ്ട്. വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അരുണരക്താണുക്കളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഘടകമാണ് ആര്? ഈ വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. അല്ലേ. കൊബാൾട്ട് അടങ്ങിയ ജീവകമാണ് വൈറ്റമിൻ B12. അടുത്തത് ആഹാരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം C ആണ്. ആഹാരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ആരാണ്? ജീവകം C ആണ്. ഓക്കെ, മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ആരാണ്? ജീവകം C ആണ്. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ആരാണ്? ജീവകം C. ജീവകം സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖം എന്താണ്? സ്കർവിയാണ്. സ്കർവി അങ്ങനെ പഠിക്കണം. സ്കർവി. ജീവകം സിയുടെ കുറവ് മൂലം അഭാവത്തിലുണ്ടാകുന്ന അസുഖമാണ് സ്കർവി എന്ന രോഗം അല്ലേ. അപ്പോൾ നമുക്ക് മുറിവുണങ്ങാൻ താമസമെടുക്കുന്നത് ഏതിൻ്റെ അഭാവം മൂലമായിരിക്കും? വിറ്റമിൻ C ആണ് മുറിവുണങ്ങാൻ താമസമെടുക്കുന്നത് അല്ലേ. ഒരു മുറിവുണ്ടായാൽ അതുണങ്ങാൻ താമസമെടുക്കുമ്പോൾ വിറ്റമിൻ സിയുടെ കുറവുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഉണ്ടാകുമ്പോൾ അത് ഉണങ്ങണമെങ്കിൽ നമ്മൾ വൈറ്റമിൻ സി ഫ്രൂട്ട്സ് കഴിക്കില്ല. അസുഖത്തിന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കൊണ്ടുപോകും, വിറ്റമിൻ സി കൊണ്ടുപോകും അല്ലേ. അപ്പം മുറിവ് ഉണ്ടെങ്കിൽ അതിനെ ഉണക്കാൻ വിറ്റമിൻ സി അത്യാവശ്യമാണ്. അപ്പോൾ മുറിവുണ്ടാകാൻ കാലതാമസം എടുക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ്? വിറ്റമിൻ സിയുടെ കുറവ് കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഓറഞ്ചിലും നാരങ്ങയിലും അതുപോലെ നെല്ലിക്കയിലുമൊക്കെ ധാരാളമുള്ള വിറ്റമിനാണ് വിറ്റമിൻ സി എന്ന് പറയാം. ഇതിൻ്റെ മറ്റൊരു പേരെന്താണ്? അസ്കോർബിക് ആസിഡ്. മറ്റൊരു പേരെന്താണ്? അസ്കോർബിക് ആസിഡ്. എന്താണ് ഇതിൻ്റെ മറ്റൊരു പേര്? അസ്കോർബിക് ആസിഡ് എന്നാണ് വിറ്റമിൻ സിയുടെ മറ്റൊരു പേര്.
ആഹാരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം സി. ജീവകം സിയുടെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന അസുഖമാണെന്ത്? സ്കർവി എന്ന് പറയും അല്ലേ. അതിൻ്റെ മറ്റൊരു പേരെന്താണ്? അസ്കോർബിക് ആസിഡ് എന്നാണ്. മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം ആര് തന്നെയാണ്? വിറ്റമിൻ സിയുടെ കുറവുണ്ട് എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. വിറ്റമിൻ സിയുടെ കുറവുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. വിറ്റമിൻ സിയുടെ കുറവുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അതുപോലെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? പ്രധാനപ്പെട്ടൊരു കാര്യം, അസ്കോർബിക് ആസിഡ് വിറ്റമിൻ സി ആണ്. അതുപോലെ മോണയിൽ നിന്നുള്ള രക്തസ്രാവത്തിന് കാരണമായ ജീവകം ആരാണ്? ജീവകം സി ആണ്. മോണയിൽ നിന്നും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവുക അല്ലേ, മുറിവുകൾ ഉണങ്ങുന്നതിന് കാലതാമസം ഉണ്ടാകുന്നതൊക്കെ ആര് കാരണം? ജീവകം സിയുടെ കുറവുകൊണ്ടാണ്. ജീവകം സിയുടെ കുറവാണ്. അതുപോലെ വളർച്ചയുണ്ടാകാം, ബുദ്ധിമാന്ദ്യം ഉണ്ടാകുന്നതുമൊക്കെ സ്കർവിയുടെ ലക്ഷണങ്ങളാണ്. ജീവകം സിയുടെ കുറവ് കൊണ്ടാണ്. ഓക്കെ. ഇനിയുള്ളത് രക്താണുക്കൾ എന്ന് വെച്ചാൽ RBC കേട്ടോ, അരുണ രക്താണു. ഓക്കെ. രക്താണുക്കളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം B12 പറഞ്ഞാലേ ഇപ്പോൾ ജീവകം B12 കഴിഞ്ഞു. വിറ്റമിൻ ബി, വിറ്റമിൻ സി ഒക്കെ കഴിഞ്ഞു ഏകദേശം അല്ലേ. ഇനി 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ജീവകം ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖം എന്താണ്? സ്കർവി, കണ, പെല്ലഗ്ര, ബെറിബറി അല്ലേ. കറക്റ്റ് ആൻസർ യു ക്യാൻ കമൻറ്റ് അല്ലേ. ഏത് അസുഖമാണെന്നുള്ളത് അറിയാം അല്ലേ. ഏത് അസുഖമാണ്? കണാരോഗം. നെക്സ്റ്റ്, രക്തത്തിൻ്റെ നിർമ്മിതിക്ക് ആവശ്യമായ ജീവകം. രക്തത്തിൻ്റെ നിർമ്മിതിക്ക് ആവശ്യമായ ജീവകം ഏതാണത്? ഫോളിക് ആസിഡാണ്. നിർമ്മിതിക്ക് ആവശ്യമായ ജീവകം ഫോളിക് ആസിഡ് അല്ലേ. ഫോളിക് ആസിഡ്. അപര്യാപ്ത രോഗങ്ങൾ നോക്കാം. ഏതൊക്കെയാണ് അപര്യാപ്ത? നമ്മൾ ഇത്രയും പഠിച്ചപ്പോൾ അപര്യാപ്ത രോഗങ്ങൾ ഏതൊക്കെ വരുന്നു എന്ന് നമുക്ക് നോക്കാം അല്ലേ. ജീവകം എ തൊട്ട് ഉണ്ട് നമുക്ക്. അപ്പോൾ ജീവകം എയുടെ അപര്യാപ്ത രോഗം ഏതൊക്കെയാണ്? ഒന്ന് നിശാന്തത, മറ്റൊന്ന് സെറോഫ്താൽമിയ. B1ൻ്റെ അപര്യാപ്തത കൊണ്ട് അസുഖം ഏതാണ്? ബെറിബറി എന്ന അസുഖം. B1 ബെറിബറി. B3യുടെയോ? പെല്ലഗ്രയാണ്. B3 പെല്ലഗ്ര. എൻ്റെ മറ്റൊരു പേര് B3 പെല്ലഗ്ര. എൻ്റെ മറ്റൊരു പേരെന്താണ്? പെല്ലഗ്ര അല്ലേ. ഓക്കെ. B3 വേറൊരു പേരെന്താ? നിയാസിൻ. ഓക്കെ. B9 എന്താ അസുഖം ഉണ്ടാകുക? B9ൻ്റെ കുറവുണ്ടാകുന്ന അസുഖം എന്താണ്? B9 അല്ലേ. B9 മീൻസ് ഫോളിക് ആസിഡ്. അതിൻ്റെ കുറവുണ്ട അസുഖം എന്താണ്? വിളർച്ചയാണ്. B9ൻ്റെ കുറവുണ്ടാകുന്ന അസുഖം വിളർച്ചയാണ്. ഫോളിക് ആസിഡിൻ്റെ കുറവുണ്ടാകുന്ന വിളർച്ച, അനീമിക്ക്. B12 പെർനീഷ്യസ് അനീമിയ. B12 അല്ലേ. B12 പെർനീഷ്യസ് അനീമിയ. അപ്പോൾ ജീവകം എയുടെ കുറവ് കൊണ്ട് നിശാന്തത, സെറോഫ്താൽമിയ. B1 ബെറിബറി. B3 പെല്ലാഗ്ര. B9 വിളർച്ച. B12 പെർനീഷ്യസ് അനീമിയ. അടുത്തതോ വൈറ്റമിൻ സിയുടെ കുറവുണ്ട് അസുഖം എന്താണ്? സ്കർവി എന്ന രോഗമുണ്ടാകുന്നു അല്ലേ. വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ട് സ്കർവി എന്ന രോഗമുണ്ടാകുന്നു. വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് കണാൽ റിക്കറ്റ്സ് എന്ന രോഗമുണ്ടാകുന്നു. വൈറ്റമിൻ ഇയുടെ കുറവ് കൊണ്ട് വന്ധ്യത ഉണ്ടാകുന്നു. വിറ്റമിൻ കെയുടെ കുറവ് കൊണ്ട് രക്തസ്രാവം ഉണ്ടാകുന്നു. വിറ്റമിൻ സി സ്കർവി. വിറ്റമിൻ സിയുടെ കുറവ് കൊണ്ട് സ്കർവി ഉണ്ടാകുന്നു. വിറ്റമിൻ ഡി കണ രോഗമുണ്ടാകുന്നു, റിക്കറ്റ്സ് മറ്റൊരു പേര്. വിറ്റമിൻ ഇയുടെ കുറവ് കൊണ്ട് വന്ധ്യത ഉണ്ടാകുന്നു. വിറ്റമിൻ കെയുടെ കുറവ് കൊണ്ട് രക്തസ്രാവം ഉണ്ടാകുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയാണ്. ഒന്ന് റിവിഷൻ ചെയ്തിട്ട് നമുക്ക് നിർത്താം. വിറ്റമിൻ രോഗങ്ങളെ കുറിച്ച് നോക്കാം. ജീവകം അല്ലെങ്കിൽ വിറ്റമിൻ എന്ന പദം ആദ്യമായി കൊണ്ടുവന്നത് ആരാണ്? കാസിമാർ ഫങ്കാണ്. ജീവകങ്ങൾ 2 തരം. കൊഴുപ്പിൽ ലയിക്കുന്നവ ADEK ഉണ്ട്, ജലത്തിൽ ലയിക്കുന്നവ B and C ഉണ്ട്. നെക്സ്റ്റ്, ജീവകം എ കണ്ണിൻ്റെ ആരോഗ്യം. ഇലക്കറികളിൽ സുലഭമായി കാണപ്പെടുന്നു. പാലിൽ സുലഭമായി കാണപ്പെടുന്ന വിറ്റമിനാണ് വിറ്റമിൻ എ എന്ന് പറഞ്ഞത്. പ്രോ വിറ്റമിൻ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? ബീറ്റാ കരോട്ടിൻ. പ്രോ വിറ്റമിൻ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? ബീറ്റാ കരോട്ടിൻ. ജീവകം എ ആൻറ്റി സെറോഫ്താൽമിക് വിറ്റമിൻ എ എന്നറിയപ്പെടുന്നു. ജീവകം എയുടെ കുറവുണ്ടാകുന്ന അസുഖം എന്തൊക്കെയാണ്? നിശാന്തതയും സെറോഫ്താൽമിയയും ആണ്. ജീവകം എയിൽ നിന്നും രൂപപ്പെടുന്ന വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? റോഡോപ്സിൻ ആൻഡ് ഐഡോപ്സിൻ. ജീവകം എയിൽ നിന്നും രൂപപ്പെടുന്ന വർണ്ണകങ്ങൾ ഏതൊക്കെയാണ്? റോഡോപ്സിൻ, ഐഡോപ്സിൻ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി പ്രദാനം ചെയ്യുന്നത് എന്താണ്? റോഡോപ്സിനാണ്. കണ്ണിന് ദൃഢപടലത്തിന് വരണ്ടു പോകുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന അസുഖം എന്താണ്? മാലക്കണ്ണ്.
ജീവകം എയുടെ മറ്റൊരു പേരാണ് റെറ്റിനോൾ. ജീവകം ഡി പല്ലിനും എല്ലിനും അത്യാവശ്യം വേണ്ട ഘടകമാണ് ജീവകം ഡി. കാൽസിഫെറോൾ എന്നും ആൻറ്റി റിക്കറ്റ് വിറ്റമിൻ എന്നും സൺഷൈൻ വിറ്റമിൻ എന്നും അറിയപ്പെടുന്നു. സസ്യ ഉറവിടങ്ങളിൽ ലഭ്യമില്ലാത്ത ജീവകം ഡി ആണ്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ആണ് ജീവകം ഡി. അതുപോലെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി. ജീവകം ഇ ഹോർമോണായി കണക്കാക്കുന്ന ജീവകമാണ് ജീവകം ഇ. വന്ധ്യത ഉണ്ടാകുന്നതിന് കാരണം ജീവകം ഇയുടെ അഭാവം കൊണ്ടാണ്. ബ്യൂട്ടി വിറ്റമിൻ എന്നറിയപ്പെടുന്നതും ജീവകം ഇ ആണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഇ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ. പ്രോത്രോംബിനുണ്ടാകാൻ ആ കാരണക്കാരൻ ആരാണ്? ജീവകം കെ. തവിടിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകം B1. തൈമിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം എന്താണ്? ബെറി. പാലിന് നേരിയ മഞ്ഞ നിറം കൊടുക്കുന്ന ഘടകമാരാണ്? റൈബോഫ്ലാവിൻ B2. B3 എന്ന് പറയുന്ന ആരാണ്? നിയാസിനാണ്. B3യുടെ കുറവുണ്ടാകുന്ന അസുഖം എന്താണ്? പെല്ലാഗ്ര. B9 ഫോളിയാസിനാണ്. ഫോളിയാസിൻ B9. B7 ജീവകം H എന്നുകൂടി അറിയപ്പെടുന്നു. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ജീവകം B7, B5, K. കൊബാൾട്ട് അടങ്ങിയ ജീവകം ഏതാണ്? B12. ഇനി ആഹാരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം സി. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം സി. വിറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം എന്താണ്? സ്കർവി. അസ്കോർബിക് ആസിഡിൻ്റെ മറ്റൊരു പേരാണ് വിറ്റമിൻ സി. മോണയിലൂടെ രക്തസ്രാവം ഉണ്ടാകുന്നതിന് കാരണം മോണയിലെ രക്തസ്രാവത്തിന് കാരണമായ ജീവകം ആരാണ്? ജീവകം സി. അരുണ രക്താണുക്കൾ RBCയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ആരാണ്? ജീവകം B12. ഇനി ജീവകം ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ആരാണ്? കമൻറ്റ് ചെയ്യൂ കേട്ടോ. രക്തത്തിലെ നിർമ്മിതിക്ക് അത്യാവശ്യമായ ജീവകം ഏതാണ്? അതും കമൻറ്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് കേട്ടോ. അപര്യാപ്ത രോഗങ്ങൾ രോഗങ്ങൾ. ജീവകം എയുടെ കുറവ് കൊണ്ട് നിശാന്തത, സുറോഫ്താൽമി എന്നിവ ഉണ്ടാകുന്നു. B1ൻ്റെ കുറവ് കൊണ്ട് ബെറി ഉണ്ടാകുന്നു. B3യുടെ കുറവ് കൊണ്ട് പെല്ലാഗ്ര ഉണ്ടാകുന്നു. B9ൻ്റെ കുറവ് കൊണ്ട് വളർച്ച ഉണ്ടാകുന്നു. B12ൻ്റെ കുറവ് കൊണ്ട് പെർനീഷ്യസ് അനീമിയ എന്ന അസുഖം ഉണ്ടാകുന്നു. സിയുടെ കുറവ് കൊണ്ട് സ്കർവി ഉണ്ടാകുന്നു. ഡിയുടെ കുറവ് കൊണ്ട് കണാരോഗം ഉണ്ടാകുന്നു. ഇയുടെ കുറവ് കൊണ്ട് വന്ധ്യത ഉണ്ടാകുന്നു. കെയുടെ കുറവ് കൊണ്ട് രക്തസ്രാവം എന്ന അസുഖവും ഉണ്ടാകുന്നുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് കേട്ടോ. വീണ്ടും കാണാം നമുക്ക്. താങ്ക് യു വെരി മച്ച്.